ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂര കറി വയ്ക്കുവാണേ. അപ്പോൾ ചട്ടി അകപ്പത്ത് വെച്ചു, അടുപ്പിലാട്ടോ വയ്ക്കുന്നേ. അതിനകത്തേക്ക് ഉലുവയും കടുകും ഇട്ടു. അത് പൊട്ടി കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിവിടെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇത്രയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടി കഴിയുമ്പം നമുക്കതിനെ അങ്ങോട്ട് ഇടാം. ഞാൻ ആദ്യം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആട്ടോ ഇടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, അത് കഴിഞ്ഞിട്ടേ ഇഞ്ചി ചേർക്കുള്ളൂ. എനിക്ക് ക്യാമറയൊന്നും പിടിച്ചു തരാൻ ആരും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ സെറ്റാക്കണം. ഒന്നാമത് തന്നെ ചിമ്മിനി അടുപ്പിൻ്റെ ഉള്ളിൽ ലൈറ്റിന് വെട്ടം കുറവാണ്. ഞാൻ കറി വെച്ചാണ്ടല്ലോ സവാള അല്ലാട്ടോ ചേർക്കണേ. എനിക്ക് ചൂരയൊക്കെ കറി വയ്ക്കണത് ചുവന്നുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ളൂ. എനിക്ക് കഴിക്കത്തില്ല, പുളി ചേർത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഉണ്ടാക്കണം. എനിക്ക് മീൻകറിയൊക്കെ അടുപ്പിൽ വെക്കണേ കേട്ടോ ഇഷ്ടം. അടുപ്പിൽ വെച്ചുണ്ടാക്കിയാൽ അതിന് ടേസ്റ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ടുണ്ടല്ലോ അധികം അങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടുമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഇനി ലാസ്റ്റാട്ടോ ഞാൻ ഇഞ്ചി ഇടുകയുള്ളൂ. ഇഞ്ചി വെച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചുവന്ന മുളക് പൊടിയാട്ടോ ചേർക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി ഞാൻ ചേർക്കും കേട്ടോ. നിങ്ങൾ ചേർക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഇത്. ലേശം മല്ലിപ്പൊടി ഞങ്ങൾ ചേർക്കാറുണ്ട്. എന്നല്ല കറിക്ക് ഒരു ഗുമ്മുള്ളൂ, അല്ലെങ്കിൽ ആ കറി ഒരു സുഖമില്ല എന്നെ സംബന്ധിച്ച്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പൊതുജനം പലവിധമെന്നാണല്ലോ. നമുക്കിപ്പോൾ ചില നാട്ടിലേക്ക് ചേർക്കും, ചില നാട്ടിലേക്ക് ചേർക്കില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ചൂര തേങ്ങ ശകലം വറുത്ത് വെച്ച് കറി വയ്ക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് നല്ല ടേസ്റ്റുണ്ട്. അതൊരിക്കൽ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് മുളക് പൊടി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർക്കാം. ഇവിടെ ഒത്തിരി മുളക് വേണം കേട്ടോ. ഇവിടെ ഈ പിള്ളേർക്ക് കറിക്ക് നല്ല എരിവ് വേണം, എന്നാലേ അവർക്ക് ഇഷ്ടമുള്ളൂ.
നിങ്ങളെങ്ങനെ കറി വയ്ക്കണേന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ശകലം വെള്ളം നമുക്ക് ഒഴിക്കാം ഇതിനകത്തേക്ക്. ഞാനിപ്പോൾ ഒരു മെഴുകുതിരിയും കൂടെ കത്തിച്ച് വെച്ചൊക്കെ വെട്ടമില്ലാത്തതുകൊണ്ട്. ഇനി അത് ഈ ചിമ്മിനി ആയതുകൊണ്ടുണ്ടല്ലോ ചൂട് വെച്ചാൽ ട്യൂബ് ഇടാൻ നമുക്ക് പറ്റില്ല. ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. മുളകില്ലാതിരുന്ന പിള്ളേർക്ക് ഇഷ്ടമല്ല. മുളക് നന്നായിട്ട് വേണമെന്ന് പറയും. മീൻകറിക്ക് അത് പ്രത്യേകിച്ച് ചോര വയ്ക്കുമ്പം അങ്ങനെ പറയാറുണ്ട്. ഈ അടുപ്പയിലായോണ്ടേ അങ്ങനെ നൈറ്റിയുടെ ഇനി നമുക്ക് ലേശം വെള്ളമൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഒരു ശകലം വെള്ളമൂടെ ഞാൻ ചേർക്കും കേട്ടോ. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. മെഴുകുതിരിയും കൂടെ കത്തിച്ച് വെച്ചു കേട്ടോ. എന്നാന്നറിയാമോ, നമുക്ക് ഇതിന് വെട്ടം കുറവാണ്. അപ്പോൾ മെഴുകുതിരി കത്തിച്ച് ഒക്കെയാണ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ട്യൂബ് ഇടാൻ പറ്റുന്നില്ല. ട്യൂബ് ഇടുമ്പോൾ എനിക്കിപ്പോൾ ഈ ആരും പിടിച്ചു തരാനില്ലാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഞാനിങ്ങനെ മുളക് ചാറാട്ടോ അധികം വയ്ക്കാറുള്ളൂ. ചൂരാന്ന് പറയണത് എനിക്ക് പച്ചത്തേങ്ങ അരച്ച് ചാറാക്കണേ എനിക്കിഷ്ടമല്ല. ഞാൻ എന്നിട്ട് മുളക് ചാറ് ആക്കണേ എനിക്കിഷ്ടം. അല്ലെങ്കിൽ തേങ്ങ വറുത്ത് ചേർക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിടുക കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് പുളി ഇടാം കേട്ടോ. പുളി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് തീ കത്തിച്ച് വേവിക്കാം. മെഴുകുതിരിങ്ങനെ ഉണ്ടായിട്ടേ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ പുളി ഇട്ടു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനി അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് മീനും കൂടെ അങ്ങ് ഇട്ടിട്ട് ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പറക്കിയിട്ട്. ഒന്നാമത്തെ കാര്യം മൊബൈൽ പിടിക്കാൻ ആരുമില്ല കേട്ടോ. ഇതാണ് എൻ്റെ ദുഃഖം. ചൂര കേട്ടോ, മേടിച്ചുകൊണ്ട് വന്ന് കഴുകി
ഫ്രിഡ്ജിൽ വെച്ചേക്കും ഇത്. ഇപ്പം എന്നിട്ട് എടുത്ത് ഒന്നുകൂടെ കഴുകി വെക്കണ രംഗമാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്നും, ഞാൻ ചുമ്മാ ഈ മുളക് ചാറ വെക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തേങ്ങ വറുത്തരച്ച് വെക്കാം, പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് വെക്കാറില്ല. ഇതാണെങ്കിൽ ഉണ്ടല്ലോ കുറേ ദിവസം ഇരിക്കും. എന്നുവെച്ചാൽ 2-3 ദിവസത്തൊക്കെ ഒന്നും കുഴപ്പമില്ല. ഈ ചൂരയൊക്കെ ആകുമ്പോൾ അങ്ങനെ അധികം അങ്ങനെ ആൾക്കാർ കഴിക്കില്ല. 2 കഷ്ണമൊക്കെ എടുക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഴിക്കത്തില്ലാന്ന്. പിന്നെ ഇവിടെ ഒരു ഡോഗുണ്ട്. അപ്പോൾ അവന് മീൻകറി എന്തെങ്കിലും വേണം. അത് ചിക്കൻ്റെ ചാറോ ചിക്കൻ കഷ്ണങ്ങളോ ഒന്നുമില്ലാതെ അവന് ചോറ് വേണ്ട. ഇതാണ് ഇവിടുത്തെ രീതികൾ. അതുപോലെ തന്നെയാണ് പിള്ളേരും. മനസ്സിലായോ? അപ്പോൾ ഇച്ചിരി മുളക് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശകലം മുളക് ഇട്ട് തിരുമ്മിയായിരുന്നു ഞാൻ വെച്ചാർന്നത്. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാണ് അങ്ങനെ ഒഴിച്ചേക്കാം. അതായത് എത്ര ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ എന്ന് പറയണത്. ഇനി വെന്ത് കഴിയുമ്പോൾ ഉള്ളവരങ്ങ് അറിയാമല്ലോ. തിന്ന് കാണിക്കാനൊന്നും പറ്റില്ലെന്നേ. എന്താണെന്നറിയോ, ഇത് തിന്നാനൊന്നും പാടില്ല എനിക്ക്. ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 2 കറിവേപ്പില ഇട്ടില്ല. എനിക്ക് എൻ്റെ പൊന്നെ കറിവേപ്പില ഇല്ലാത്ത കറിയില്ല. ഈ അടുപ്പിൽ വെക്കുന്നുണ്ടേ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കറിവേപ്പിലയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴുകിക്കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് കറിവേപ്പില ഇല്ലാത്ത കറിയേ എനിക്കിഷ്ടമല്ല. ഇഷ്ടം പോലെ ഇടണം. ഇനി ഇടും കേട്ടോ. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഇടും ഞാൻ. എൻ്റെ സ്വഭാവം ഇതാ. കറിവേപ്പില ഇല്ലാതെ ഒന്നൊരു കറിയും വയ്ക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ.